ആ അതാണ് ഡിക്സന്റെ ഫ്ലാറ്റ് വാങ്ങാൻ പോണ ഫ്ലാറ്റുള്ള സ്ഥലം. ആ അത് അപ്പുറത്തും ഫ്ലാറ്റ് തന്നെ. ആ ലൂർദ് പള്ളിയുടെ പിന്നിൽ കണ്ട അത് ഫ്ലാറ്റ് തന്നെ. അതേ ബിഷപ്പ് ഹൗസിന്റെ അപ്പുറത്തായിട്ട് പറഞ്ഞത്. ആ തെങ്ങുണ്ട്. ആ അതൊക്കെ ആശുപത്രി. ആ പഴയ കെട്ടിടമാണ് കണ്ണ ഓടിട്ടത് കണ്ട താഴെ കാണുന്നതൊക്കെ ലൂർദ് പള്ളിയുടെ മുമ്പിൽ നമ്മുടെ ഞാൻ കാറ് പാർക്ക് ചെയ്യാൻ പോയെന്ന് പറഞ്ഞില്ലേ അതവിടെ മഴ ചാറുന്നുണ്ട്. ആ ലൂർദ് പള്ളി അത്. ആ പഴയ ആ ചുമന്നത് കാണുന്നതാണ് ബിനുവിൻ്റെ സ്കൂള്. ആ ഇപ്പം അവിടെ നിന്ന് മാറ്റി അച്ഛൻ്റെ റൂമിൻ്റെ അവിടേക്ക് ആക്കിയെന്ന് മാത്രം. ചുമന്ന റൂഫ് കണ്ടത് ബിനുവിൻ്റെ സ്കൂള്. മണി കാണില്ല. ഇത് ടോപ്പ് സ്കൂള് ആ കാണുന്നത് എൻ്റെ സ്കൂള്. ആ വലതുവശത്ത് ഇവിടെ കണ്ട ആ ഈ കാണുന്നത് മഞ്ഞല്ലേ ഇപ്പുറത്ത് വലതുവശത്ത് എത്തിച്ച് നോക്കി കണ്ട കണ്ടാ വെള്ള കെട്ടിടം ജനലുകൾ നേരെ നേരെയായിട്ട് കണ്ടാ. അതെ അതെ കണ്ടാ. ഗ്രൗണ്ട് ഇല്ല മുറ്റം മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ട് ടോപ്പ് സ്റ്റേഡിയമാണ് ഞങ്ങൾക്ക്. ആ മഴ ചാറുന്നുണ്ട്. വരാൻ ആർക്കും പറ്റില്ലല്ലോ. അതെ ടോയ്ലറ്റിൽ പോയിട്ട് വരണേ അമ്മമ്മോട് പറഞ്ഞേ നിന്റെ കുരു ഇങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു അത് കുഴിക്ക് ഇറക്കാനുള്ളതാന്ന് പറഞ്ഞേ. അപ്പൊ പറയാ ഈ ലക്ഷണങ്ങളൊക്കെ കുഴിക്ക് പോലുള്ളത് തന്നെയാണ്. മീൻ ചാറ് നടക്കി മരിക്കാൻ പോണത് മര്യാദ മരിപ്പിക്കാൻ ഓടിപ്പോയിട്ട് ഒരു കാര്യത്തില് നല്ല കാര്യം ബിരിയാണി മേടിച്ചു കൊടുത്താട്ടെ ഞങ്ങൾക്ക് ഒരു അവാർഡ് തരണം. അപ്പൊ അവര് ഇത്ര നല്ല ബിരിയാണി അവിടെ കിട്ടണേ എന്ന് ചെയ്യണം. ഇവരോട് പറഞ്ഞാൽ കേരളം വിട്ട് പോക്കാം. ഇവിടെ പോയി നല്ല ബിരിയാണി കിട്ടുന്നിടത്തത് ഇവരെ ബിരിയാണി കൊണ്ടുപോവാ. ഒരാറ് ബിരിയാണി ഓർഡർ ചെയ്യാ. ബാക്കിയൊക്കെ അവൾക്ക് തിന്നാ. ഇതൊരു കൊച്ചിയട്ടാ കുട്ടിയാണ് കൊച്ചി. അല്ല ഇവർക്ക് കൊടുത്ത അപ്പം ഊട്ടിയപ്പം അപ്പം കഴിച്ചില്ല. അത് എടുത്ത് കഴിച്ചായിരിക്കും. അങ്ങനെ ചെയ്യാം. എനിക്ക് ഈ വിഷമം വരുമ്പോ മാത്രമേ ഈ രേഷൻ കെട്ടുകൾ കാണിക്കുമ്പോ ഞാൻ നല്ല വേഷം കെട്ടുകാരൻ തന്നെയാണ്. ഇന്നൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് സുഖല്ലേ വരുമ്പോ എല്ലാ സുഖത്തിനെ എതിർത്ത് പറയുന്നവരോട് ഞാൻ തട്ടിക്കയറും. അങ്ങനെ കാര്യമില്ല. നിങ്ങളെ ഞാൻ അറിയിക്കാൻ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അപ്പേരെ ഞാൻ എനിക്ക് സുഖിക്കില്ല. 4 ദിവസം ഞാൻ മര്യാദക്ക് ഭക്ഷണം തീറ്റിച്ച് കഴിയുമ്പോഴില്ല പപ്പടം എല്ലാം കേട്ടുമാറുന്നത് എനിക്കറിയാം.
സമ്പ്രദായം എനിക്കില്ല. എന്താണ് നോക്കി തിന്നണ സമ്പ്രദായം എനിക്കില്ല. നീ അങ്ങനെ കട്ടുന്ന ആളല്ല. ആവശ്യത്തിന് എടുത്ത് തിന്നും. അത് തന്നെ മതി. അത് ഈ തരം സ്വഭാവത്തിന് ഈറ്റക്ക് വന്നാളെ വർത്താനം തീറ്റ പണ്ടാണ് വർത്താനം. അങ്ങനത്തെ വർത്താനം എനിക്ക് ഇഷ്ടമല്ല. ഈ രോഗം മാറാൻ നിങ്ങൾ കൈ കൂപ്പി പ്രാർത്ഥിക്കും. കൈ കൂപ്പി പ്രാർത്ഥിക്കും. അവസ്ഥയ്ക്ക് മുന്നാണോളും സംസ്ഥാന മുന്നാണോളും തോമാസിയോടും വേറെയോട് പറയണ്ടേ? അവയല്ലോ അപ്പാപ്പന്റെ ആ ഒരു കൂട്ട്. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ അവന്റെ തലയിലെ അവസ്ഥ ഇതാവും. അയാൾ പറയും